അയ്യോ വണക്കം. മൂട്ടിന് തീ പിടിച്ചതുപോലെ നമ്മുടെ ട്രംപ് അച്ചായൻ തലങ്ങും വിലങ്ങും കിടന്ന് ഓടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ നോബൽ പ്രൈസ് വേണമെന്ന് പറഞ്ഞ് നമ്മുടെ ട്രംപ് അച്ചായൻ നടക്കുകയായിരുന്നല്ലോ. അപ്പോൾ നോബൽ പ്രൈസ് വേണമെന്ന് പറഞ്ഞ ട്രംപ് അച്ചായൻ ജനുവരി 1 തീയതി വെനിസ്വേലയിൽ ബോംബിട്ടു. നമ്മുടെ മഡൂറോയെ പിടിച്ചുകൊണ്ട് പോയ ശേഷം മറിയ കൊറീന മച്ചുഡോ അവർക്കാണ് ഇത്തവണ നോബൽ പ്രൈസ് കിട്ടിയത്. അവരാണ് അവിടുത്തെ പ്രതിപക്ഷ നേതാവ്, അറിയാമല്ലോ. അപ്പോൾ അവർ ട്രംപിനെ കാണാൻ വന്നപ്പോൾ നിൻ്റെ നെഞ്ചിലെ കല്ലറങ്ങട്ടെന്ന് പറഞ്ഞ് അവരുടെ കയ്യിലിരുന്ന നോബൽ സമ്മാനത്തിൻ്റെ മെഡൽ ട്രംപിൻ്റെ കയ്യിലങ്ങ് കൊടുത്തു. സത്യം പറഞ്ഞാൽ പല മേഖലകളിലും പ്രവർത്തിച്ച് പ്രാവീണ്യം തെളിച്ച് നോബൽ പ്രൈസ് വാങ്ങുന്ന വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നോബൽ പ്രൈസ് തരുമോ എന്നൊക്കെ പറഞ്ഞ് കിരവി വാങ്ങുന്ന ഒരു വേട്ടാവളിയനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യമായിട്ട് കാണുകയായിരിക്കും. അങ്ങനൊരു അഭിനന്ദനത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു സെറ്റപ്പിന് അർഹനായിരിക്കുകയാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് അച്ചായൻ എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഗ്രീൻലാൻഡ് ഞാനിപ്പോൾ പിടിച്ചെടുക്കും. കാരണം വെനിസ്വേല പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഞാൻ പിടിച്ചെടുക്കാൻ പോകുന്നത് ഗ്രീൻലാൻഡാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മെക്സിക്കോയിലോട്ടൊന്ന് നോക്കും. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ക്യൂബയുണ്ടല്ലോ, അപ്പുറത്ത് കിടക്കുന്ന ക്യൂബയിലോട്ട് ഒന്ന് നോക്കുമ്പോൾ ക്യൂബയിലോട്ടൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കമ്മിക്കൂട്ടന്മാരെ കരച്ചിൽ കേൾക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഉയിരില്ല. എന്തായിരുന്നാലും ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനായിട്ട് ഡൊണാൾഡ് ട്രംപ് നോക്കുമ്പോൾ ഈ ഡെൻമാർക്കിൻ്റെ പ്രദേശമാണല്ലോ ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. ആ ഗ്രീൻലാൻഡിലോട്ട് കണ്ണ് വെച്ച ഡൊണാൾഡ് ട്രംപിന് തടയിടാനായിട്ട് 6 നാറ്റോ രാജ്യങ്ങൾ അവിടെ കൊണ്ട് സൈന്യത്തെ ഞങ്ങൾ വിന്യസിച്ച്. എന്നിട്ട് പറഞ്ഞു, ട്രംപ് അച്ചായ സത്യം പറഞ്ഞ് എന്തിനാണ് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ പോകുന്നത്? അപ്പോൾ ട്രംപ് പറഞ്ഞു, ഞാൻ പിടിച്ചെടുക്കാൻ പോകുന്നത് ഈ ഗ്രീൻലാൻഡിന് ചുറ്റും ഈ റഷ്യയും ചൈനയും കിടന്ന് കളിക്കുന്നുണ്ട്. ഞാൻ പിടിച്ചെടുത്തില്ലെങ്കിൽ അവർ പിടിച്ചെടുക്കുന്നുമ്പേ ഇത് ഞാൻ പിടിച്ചെടുക്കാം. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് അധിനിവേശം നടത്താം. അതാണല്ലോ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാറ്റോ കൊണ്ട് അവിടെ സൈന്യത്തെ ഇറക്കിയിട്ട് ട്രംപ് അച്ചായനോട് പറഞ്ഞു, ഇനി എൻ്റെ ആവശ്യമില്ല, ഞങ്ങളിവിടെ സൈന്യത്തിനെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. അവരെങ്ങാനോ അധിനിവേശം ചെയ്യാനായിട്ട് വരികയാണെങ്കിൽ, അതായത് റഷ്യയോ ചൈനയോ അധിനിവേശം ചെയ്യാനായിട്ട് വരികയാണെങ്കിൽ കണ്ടോ ജർമ്മനിയുടെ പടക്കപ്പലുകൾ ഗ്രീൻലാൻഡിൻ്റെ തീരത്ത് കിടപ്പുണ്ട്. നോർവേ സൈന്യത്തെ കൊണ്ടിറക്കിയിട്ടുണ്ട്. വേറെ പല ആൾക്കാരും പല സെറ്റപ്പുകളും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതോടുകൂടി ട്രംപ് എന്തായിരുന്നാലും പിടിച്ചെടുക്കും ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അല്ല, ഇനിയിപ്പോൾ എന്തിനാണ് പിടിച്ചെടുക്കുന്നത്? ഇപ്പോൾ സെറ്റപ്പ് ഒരു സുരക്ഷയല്ലേ ഗ്രീൻലാൻഡിന്, ഇനി പിടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ടോ? സംഭവം എന്ന് പറഞ്ഞാൽ അതുവഴി ഒരു പാത പോകുന്നുണ്ട്, ഒരു ആർട്ടിക് റൂട്ട്. ആ റൂട്ട് വേണം. പിന്നെ അവിടെ ഇവിടെയൊക്കെ നല്ല എണ്ണ ശേഖരമുണ്ട്. റഷ്യയുടെ കയ്യിലാണെങ്കിൽ ഈ ഐസ് ബ്രേക്കർ കപ്പലുകളുണ്ടല്ലോ, 10-36 ഉണ്ട്. ഇവൻ്റെ കയ്യിലാണെങ്കിൽ 2 കപ്പലേ ഉള്ളൂ. അത് കണ്ട് വിരളി പിടിച്ച് ഐസ് ബ്രേക്കർ കപ്പലുകൾ എന്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് കരാറൊക്കെ ഒപ്പിട്ട് ഇങ്ങനെ സെറ്റപ്പാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് ഇറാൻ്റെ പ്രശ്നം വന്ന് ചാടുന്നത്. ഈ ഇറാൻ്റെ പ്രശ്നം ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത് വന്ന് ചാടിയപ്പോഴേക്കും ഈ ഡൊണാൾഡ് ട്രംപ് ഈ പശ്ചിമേഷ്യയിൽ ഇറാനെ തളച്ചു കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം കിടക്കുന്ന കുറേ രാജ്യങ്ങളെയൊക്കെ ഡൊണാൾഡ് ട്രംപിന് വരുതിയിലാക്കാൻ സാധിക്കുമെന്ന് ട്രംപിന് നല്ലതുപോലെ അറിയാം. അങ്ങനെ ഇറാനിൽ വലിയൊരു പ്രക്ഷോഭം അങ്ങ് പൊട്ടിപ്പുറപ്പെട്ടു അയത്തുള്ള അലി ഖമേനിക്ക് നേരെ. ഈ പ്രക്ഷോഭത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാം. പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ ആ വേട്ടാവളിയനാണെങ്കിൽ ലോക മതഭ്രാന്തനാണ്. ഈ മതവും തലയ്ക്ക് പിടിച്ച് അവിടെയുള്ള സ്ത്രീകളെയും പൂട്ടിയിട്ട് ചാക്കിനകത്തും കയറ്റി അവിടെയുള്ള ആൾക്കാരെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രാഡ്. പക്ഷേ നമ്മൾക്ക് അവിടെയുള്ള ജനങ്ങളുടെ കൂടെ അനുകൂലിക്കണമെന്ന് തോന്നും, അതാണ് ശരി. പക്ഷേ അനുകൂലിക്കാൻ പറ്റില്ല. കാരണം ഇറാനിൽ അയത്തുള്ള അലി ഖമേനിയുടെ ഭരണം പോയി കഴിഞ്ഞാൽ അവിടെ അമേരിക്കയാണ് വരുന്നത്. അമേരിക്ക വന്നു കഴിഞ്ഞാൽ ഇന്ത്യ എന്നല്ല, ചൈന, റഷ്യ, പിന്നെ തൊട്ടടുത്ത് കിടക്കുന്ന സകല രാജ്യങ്ങൾക്കും വലിയ ദോഷം ചെയ്യും, നമുക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതൊരു സെപ്പറേറ്റ് വീഡിയോ ആണ്, ഞാൻ അതുമായിട്ട് വരാം. അതായത് ഇറാനിൽ അമേരിക്ക കയറിയാൽ നമുക്കെന്ത് സംഭവിക്കും എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എന്തായിരുന്നാലും അങ്ങനെ അയാൾ അവിടെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് ഈ ഇറാനെ തൊടുക എന്നുള്ളതും കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇറാൻ എന്ന് പറഞ്ഞാൽ വലിയൊരു രാജ്യമാണ്, നല്ല മൈറ്റി സൈനിക സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ട്രംപ് പ്രതിഷേധക്കാരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ധൈര്യമായിട്ട് പ്രതിഷേധം നടത്തിക്കോ, പ്രക്ഷോഭിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രക്ഷോഭിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലയാണ് അവിടെ നടന്നത്. 12,000 പേര് തട്ടിപ്പോയി. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ സഹായം ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്, ബോംബറുകൾക്ക് റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്, പറന്ന് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ബോംബിടാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞ്, ഇപ്പോൾ ഇറാനിൽ പ്രക്ഷോഭമൊന്നുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു, അതുകൊണ്ട് ബോംബിടുന്നില്ല എന്ന് ട്രംപ് പറഞ്ഞപ്പോൾ അവിടെയുള്ള പ്രക്ഷോഭക്കാർ പറഞ്ഞു, വല്ലാത്ത ചെയ്റ്റായിപ്പോയി എന്നാണ് അവിടെയുള്ള പ്രക്ഷോഭക്കാർ പറഞ്ഞത്. അല്ലെങ്കിലും ഇങ്ങേർക്ക് കണ്ണിഞ്ഞരടി എഴിച്ച് ആരെയാണോ കണി കാണണേന്ന് അറിഞ്ഞൂടാ, ഏത് വാക്കിനാണോ എഴുന്നേക്കണേന്ന് അറിഞ്ഞൂടാ. ഇങ്ങനെ മൂഡ് പോലെയാണ് ഓരോ ദിവസവും ലോക കാര്യങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം എണീച്ചിട്ട് പറയും ഞങ്ങൾ ഇറാനിലേക്കും ബോംബിങ് നടത്തും, അടുത്ത ദിവസം പറയും ഇറാനിൽ അങ്ങനത്തെ പ്രക്ഷോഭമൊന്നുമില്ല, ഈ ഇർഫാൻ സുൽത്താനിയൊന്നും ഇറാൻ തൂക്കിക്കൊല്ലത്തൊന്നുമില്ല, അങ്ങനെ തൂക്കിക്കൊന്നാലേ നമ്മളവിടെ ബോംബിടേണ്ട ആവശ്യമുള്ളൂ, അതുകൊണ്ട് അങ്ങനത്തെ പ്രക്ഷോഭമൊന്നും ഇല്ല എന്ന് പറയും. പക്ഷേ ഈ ഇറാനിൽ ട്രംപ് ബോംബിടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് 4 രാജ്യങ്ങളാണ്. 4 രാജ്യങ്ങൾ ട്രംപിന് താക്കീത് കൊടുത്തു.
പൊന്നളിയ അവിടെ കൊണ്ട് ബോംബിട്ട് കഴിഞ്ഞാൽ അത് അമേരിക്കയെ തന്നെ ബാധിക്കും എന്നാണ് ഈ 4 രാജ്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ട്രംപ് ഒന്നും മയപ്പെടുത്തിയത്. പക്ഷേ അങ്ങനെ മയപ്പെടുത്തിയെങ്കിലും ട്രംപ് അറിയാലോ, ട്രംപ് ഭയങ്കര ഈഗോയിസ്റ്റാണ്. അതായത് ട്രംപ് ഈഗോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നരേന്ദ്രമോദിയെ അപ്പുറത്തുനിന്ന് അസീം മുനീർ വെല്ലുവിളിക്കുകയാണ്, എടാ നരേന്ദ്രമോദി നിന്നെ തട്ടിക്കളയോടാ വെട്ടിക്കളയോടാ എന്നൊക്കെ വെല്ലുവിളിച്ചാൽ മോദി മൈൻഡ് ചെയ്യാൻ പോകത്തില്ല. അതാണ് ഒരു രാഷ്ട്രീയ പക്വത എന്ന് പറയുന്നത്. മൈൻഡ് ചെയ്യില്ല, അവൻ എന്തെങ്കിലും കാണിച്ചോട്ടെ എന്ന് വിചാരിക്കും. കാരണം ഒരു പട്ടി അവിടെ കിടന്ന് കുരച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അടുത്ത് നിന്ന് മുട്ടൂത്തിയിൽ നിന്ന് തനിയെ തിരിച്ച് കുരയ്ക്കാൻ പോകില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ അവലോസ് ഉണ്ടായവനോട് നമ്മൾ എന്തോന്ന് പറഞ്ഞു, നമ്മളൊന്നും പറയാനായിട്ട് പോകില്ല. പക്ഷേ ഇതേ വെല്ലുവിളി ഡൊണാൾഡ് ട്രംപിന് നേരെയാണ് പാകിസ്ഥാൻ്റെ അസീം മുനീർ നടത്തുന്നതെങ്കിലോ, എടാ ഇവിടെ വാടാ, ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ പിടിച്ചുകൊണ്ട് ഓടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാവശ്യമില്ല. ഡൊണാൾഡ് ട്രംപ് പറയും പോയി പിടിച്ചുകൊണ്ട് ഓടാന്ന് പറയും അവന്. അതാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. പിടിച്ചിട്ട് വല്ല ഗുണമുണ്ടാ? ഒരു ഗുണവും ഇല്ല. ദോഷമുണ്ടാ? അതേ ഉള്ളൂ. എങ്കിലും ഡൊണാൾഡ് ട്രംപ് അങ്ങനെ ചെയ്യും. അങ്ങനെ ഡൊണാൾഡ് ട്രംപ് എന്ത് ചെയ്തു? ഡൊണാൾഡ് ട്രംപ് ഇറാനിലേക്ക് ബോംബിടാനായിട്ട് പോയപ്പോൾ ഈ 4 രാജ്യങ്ങൾ, 4 ഇസ്ലാമിക രാജ്യങ്ങൾ പറയുന്നു, പൊന്നളിയ ചെയ്യരുത്, അവിടെ ഇടരുത്. എന്നാൽ ഇടുന്നില്ല, അമേരിക്കയ്ക്ക് ദോഷമായിട്ട് വരും ഭാവിയിൽ. പക്ഷേ ഞാനങ്ങോട്ട് തോറ്റുപോയെന്ന് ഇറാൻ വിചാരിക്കരുതല്ലോ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു പടക്കപ്പലിനെ അങ്ങോട്ടേക്ക് അയക്കടാ എബ്രഹാം ലിങ്കനെ എന്ന് പറഞ്ഞു ഒരു പടക്കപ്പലിനെ സൈഡിൽ കൂടെ അയച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ 4 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ഒമാനുണ്ട്, ഖത്തറുണ്ട്. ഖത്തർ പിന്നെ ഉയിര് പേടിയുള്ളതുകൊണ്ടാണെന്നെങ്കിലും പറയാം. ഖത്തറിൽ ഒരു അമേരിക്കൻ വ്യോമത്താവളമുണ്ട്. ഇറാനെ എങ്ങാനും ആക്രമിച്ചു കഴിഞ്ഞാൽ ഖത്തർ നല്ലൊരു ഉണക്കത്തെങ്ങാനും ഇറാനെ അടിച്ചിടാൻ പറ്റി. അതുകൊണ്ട് ചറപറ ഇറാൻ കൊണ്ടുവന്ന് മിസൈൽ ഇട്ട് കളയും. അതുകൊണ്ട് ഇറാനുണ്ട്, സൗദിയുണ്ട്, ഇപ്പോൾ കെയ്റോ, ഈജിപ്റ്റും ഉണ്ട്. 4 പേരും കൂടെ ചേർന്ന് പറഞ്ഞ് ചെയ്യരുത്, നമ്മളെ കഞ്ഞി പാറ്റയിടരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ചെയ്യില്ല എന്ന് പറഞ്ഞ ശേഷം എരുതിയിൽ എണ്ണ ഒഴിക്കാനായിട്ട് ഇവൻ്റെ അടുത്ത് എത്ര പറഞ്ഞാലും കേൾക്കില്ല. അപ്പോൾ ഇപ്പോൾ പടക്കപ്പൽ അയച്ചിരിക്കണമെന്നാണ് ഈ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ US-ഉം ഇറാനും തമ്മിലുള്ള ആ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ കാരണം മിഡിൽ ഈസ്റ്റിൽ ഉയർന്നു വരുന്ന യുദ്ധഭീഷണി ഒഴിവാക്കപ്പെട്ടതായി ആണ് കഴിഞ്ഞ ദിവസം വരെ പാശ്ചാത്യ മാധ്യമങ്ങൾ എഴുതിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ തിരശ്ശീലയ്ക്ക് പിന്നിലെ തീവ്രമായ നയതന്ത്ര പ്രവർത്തനങ്ങൾ, പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആക്രമണാത്മക, അതായത് എവിടെ എന്ത് ചെയ്യാമെന്നുള്ളത് എന്നുള്ള നശീകരണ സ്വഭാവം മാത്രമേ ഇവനുള്ളൂ. ചില തെണ്ടി പിള്ളേരെ പോലെയാണ്. അങ്ങനെ ആക്രമണാത്മക നിലപാടിനെ മയപ്പെടുത്തി ഈ മുഴുവൻ കാര്യത്തിലും സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, ഈജിപ്റ്റ് എന്നീ 4 അറബ് രാജ്യങ്ങൾ പ്രശ്നകാരികളായി ഉയർന്നു വന്നിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞ് ചെയ്യരുതെന്ന് പറഞ്ഞു. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതികൾ വാഷിംഗ്ടണിൽ ആസൂത്രണം ഡൊണാൾഡ് ട്രംപ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റിയാദ്, ദോഹ, മസ്കറ്റ്, കെയ്റോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫോൺ ലൈനുകൾ നിരന്തരം കിണികിണി എന്ന് പറഞ്ഞ് മുഴങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ ഒന്നാമത്തെ കാര്യം എണ്ണ വില കുതിച്ചുയരും, ആഗോള വിതരണ ശൃംഖല തടസ്സപ്പെടും, ഇത് US സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കും. ഒന്നും നോക്കണ്ട, ജട്ടി കീറും എന്നാണ് അവർ പറഞ്ഞത്. ഈ 4 രാജ്യങ്ങളും US-ന് വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകി. ആക്രമണത്തിൻ്റെ അനന്തരഫലങ്ങൾ മിഡിൽ ഈസ്റ്റിൽ മാത്രമായി ഒതുങ്ങി നിൽക്കില്ല എന്ന് ആലോചിച്ചു കൊള്ളണം, മറിച്ച് ലോകമെമ്പാടും ഇത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്നാണ് ഇവർ പറഞ്ഞത്. ഈ 4 രാജ്യവും അമേരിക്കയ്ക്ക് ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകി. പിന്നെ ഇനി ഇറാനെ നോക്കിയിട്ട് ഈ 4 രാജ്യങ്ങൾ പറഞ്ഞു, ഇവിടെ നമ്മളെല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്, ഇനി നിനക്ക് ഒരു താക്കീത് തരികയാണ്. അതായത് അമേരിക്കൻ ആക്രമണത്തിന് മറുപടിയായിട്ട് ഇനി ഗൾഫ് രാജ്യങ്ങളിലെ ഏതെങ്കിലും അമേരിക്ക സൈനിക താവളങ്ങൾ ആക്രമിച്ചാൽ ഞാൻ അയ്യോ പത്തോ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആയത്തുള്ള അലി ഖമേനി ബലപ്രയോഗം നടത്തിയതിനെ തുടർന്ന് ഇറാനിൽ ആയിരക്കണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇത് പ്രതിഷേധക്കാരെ പിന്തുണയ്ക്കുന്നതിനായി ഈ പ്രതിഷേധക്കാരെ ഉണ്ടല്ലോ ഇവരെ പിന്തുണയ്ക്കുന്നതിനായി ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് 80,000 സൈനികർ, എത്രയാണ് 8,000 സോൾജേഴ്സ്, 70 യുദ്ധവിമാനങ്ങൾ ഉൾക്കൊള്ളുന്ന എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അമേരിക്കയുടെ മൈറ്റി വിമാനവാഹിനി പടക്കപ്പൽ ഇറാനിലേക്ക് അയക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. ആ കപ്പൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മിഡിൽ ഈസ്റ്റിൽ വലിയ സംഘർഷങ്ങൾ വീണ്ടും സൃഷ്ടിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ജാഗ്രതയിലിരിക്കുകയാണ്. അല്ലാതെ ഇന്ത്യക്കൊന്നും പറ്റില്ലല്ലോ, ഇപ്പം നിലവിൽ ഇന്ത്യക്കൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഇന്ത്യ ജാഗ്രതയിലിരിക്കുന്നത്. അതായത് നമ്മൾ അത്രയും ശക്തരല്ല അമേരിക്ക, അത് നമ്മൾ ഒരു സത്യമാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. അത് ശക്തരല്ലാത്തത് നമ്മൾ അമേരിക്കയെക്കാട്ടിലും വലുതല്ലാത്തത് കൊണ്ടല്ല, നമുക്ക് അമേരിക്കയെക്കാട്ടിലും കിട്ടുന്ന സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കിനി സമയം വേണം. കാരണം നമ്മൾ തുടങ്ങിയതേ 2014 ചിപ്പും സെമി കണ്ടക്ടറും പോലും നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടില്ല. 60 കൊല്ലം ഭരിച്ചതാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി. അപ്പിയിട്ടിട്ട് കഴിവാൻ നേരെ ചൊവ്വ ഒരു കക്കൂസ് പോലും ഉണ്ടാക്കി തന്നിട്ടില്ല. അതുപോലും നരേന്ദ്രമോദി വന്നപ്പോഴാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ 2014 മുതൽ ഭരിച്ച് ഈ 10 കൊല്ലം ആയപ്പോഴാണ് ഇപ്പോൾ അമേരിക്ക എഴുന്നേറ്റ് നിന്ന് പ്രതിരോധിക്കാനുള്ള ശേഷി നമുക്ക് വന്നത്. അതുകൊണ്ട് നമ്മൾ അമേരിക്ക ഇങ്ങനെ ഇറാനിൽ കപ്പലയക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ഗതികേട് കൊണ്ടാണെങ്കിലും നമ്മൾ പറയും തന്ത്രപ്രധാനമായിട്ടുള്ള മൗനമാണ് ഇന്ത്യ എന്ന് നമ്മളിങ്ങനെ പറയും. അങ്ങനത്തെ സെറ്റപ്പാണ്. അപ്പോൾ എന്തായാലും ഇന്ത്യ ഇതിനെ ജാഗ്രതയോടുകൂടി നിരീക്ഷിക്കും. ഇനി ട്രംപ് ഇറാനിൽ പുതിയ സാമ്പത്തിക ഉപരോധങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കപ്പൽ
അയക്കുന്നതിന് പുറമെ എബ്രഹാം ലിങ്കൺ അതിൻ്റെ കുറച്ച് പ്രത്യേകതകളൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് സ്ട്രൈക്ക് ഗ്രൂപ്പ്, ഈ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അമേരിക്കയുടെ ഈ സ്ട്രൈക്ക് ഗ്രൂപ്പ് ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സ്ട്രൈക്ക് ഗ്രൂപ്പുകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആണവ ശക്തിയുള്ള വിമാനവാഹിനി കപ്പലാണിത്. 1,00,000 ടൺ സ്ഥാന ചലനശേഷിയാണ് ഈ വിമാനവാഹിനി കപ്പലിനുള്ളത്. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ആധുനികവും ശക്തവുമായിട്ടുള്ള വിമാനവാഹിനി കപ്പലാണിത്. 8,000 സൈനികരും 70 യുദ്ധവിമാനങ്ങളും അന്തർവാഹിനികളുമുള്ള എബ്രഹാം ലിങ്കൺ നയിക്കുന്ന കപ്പൽപ്പട നിലവിൽ മിഡിൽ ഈസ്റ്റിലാണുള്ളത്. അവിടെ സംഘർഷങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന ഉദ്വേഗഭരിതമായിട്ടുള്ള നിമിഷങ്ങൾക്കാണ് ലോകം ഇപ്പോൾ കാത്തിരിക്കുന്നത്. ദോം തനനന ദോം തനനന തനനന ദോം തനനന ദോം തനനന തനനന ദിറനന. എന്തായാലും വലിയ അടിപിടിക്കൊന്നും സാധ്യതയില്ല, അത് വേറെ കാര്യം. ഇറാൻ അങ്ങനെ അടിപിടിക്കൊന്നും പോകില്ല. അമേരിക്കയും ഇറാൻ ഇങ്ങനെ ഈ കപ്പൽ വെച്ച് ആക്രമിക്കാനും നിൽക്കില്ല. കാരണം ഹോർമൂസ് കടലെടുക്കൊക്കെ അവിടെ കിടക്കുകയാണ്. എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ അഥവാ എങ്ങനെ അടിപിടി ഉണ്ടായാൽ അത് ഇന്ത്യ എങ്ങനെ ബാധിക്കും, ഇന്ത്യ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ള കിടുക്കാച്ചിയായിട്ടൊരു സാധനം പറഞ്ഞുതരാം. അപ്പോൾ ശരി.